Today our topic is impedance plane diagram. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇംപെഡൻസ് വേരിയേഷൻ ഉണ്ടാകുന്നു, ആ വേരിയേഷൻ വെച്ചുകൊണ്ടാണ് എഡ്ഡി കറന്റ് ടെസ്റ്റിംഗ് മെത്തേഡ് നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഇംപെഡൻസിനുണ്ടാകുന്ന വേരിയേഷനെ നമ്മൾ എങ്ങനെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നു, അപ്പോൾ അതിനുള്ള ഒരു ഡയഗ്രമാണ് നമ്മളിന്ന് പഠിക്കാൻ പോവുക, ഇംപെഡൻസ് പ്ലെയിൻ ഡയഗ്രാം. അപ്പോൾ ആ ഇംപെഡൻസ് പ്ലെയിൻ ഡയഗ്രത്തിലെ ഓരോ സ്റ്റേജുകളായിട്ടാണ് നമ്മളിനി നോക്കാൻ പോവുക. അപ്പോൾ ഇംപെഡൻസ് പ്ലെയിൻ ഡയഗ്രത്തിൽ വൈ ആക്സിസ് എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും എക്സ് ആക്സിസ് എന്ന് പറയുന്ന റെസിസ്റ്റൻസുമാണ്. അപ്പോൾ ആദ്യം ഫസ്റ്റ് സ്റ്റേജ് എടുക്കുന്നു. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെസ്റ്റ് പ്രോബ് അല്ലെങ്കിൽ കോയിൽ, ആ കോയിലിലേക്ക് AC സപ്ലൈ ഒക്കെ കൊടുത്തു. ദെൻ കോയിൽ പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡൊക്കെ ജനറേറ്റ് ചെയ്തു. പക്ഷേ ഈ പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡിന് അടുത്തായിട്ട് ഒരു കണ്ടക്റ്റീവ് മെറ്റീരിയലും ഇല്ല എന്ന് പറഞ്ഞാൽ കോയിൽ ഒരു സിംപിളി എയറിലിരിക്കുന്ന ഒരു ഫീലിംഗ് അല്ലെങ്കിൽ എയറിലിരിക്കുന്നു എന്ന് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. എന്ന് പറഞ്ഞാൽ കോയിലിൻ്റെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് അല്ലെങ്കിൽ പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇൻട്രാക്ഷൻ വരുന്ന ഒരു കണ്ടക്റ്റീവ് മെറ്റീരിയലും ആ പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അടുത്തെങ്ങും ഇല്ല. അപ്പോൾ ആ സമയത്ത് ആ സർക്യൂട്ടിലുള്ള ഇംപെഡൻസ് എന്താണോ ആ ഇംപെഡൻസ് ആണ് ഈ ഒരൊറ്റ പോയിന്റിൽ കാണിച്ചിരിക്കുക. അപ്പോൾ ആ ഇംപെഡൻസ് വാല്യൂവിനെയാണ് നമ്മൾ എയർ പോയിന്റ് എന്ന് സൂചിപ്പിക്കുക. When the test probe is remote from the conductive material to be tested, a point representing the test coil as a point which is called as coil in air or simply air point. ഇപ്പോൾ ഈ ഒരു എയർ പോയിന്റ് സൂചിപ്പിക്കുന്നത് എന്താണ്? ആ കോയിലിൽ അപ്പോഴുള്ള ഇംപെഡൻസ് എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ആ കോയിലിൻ്റെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഒരു കണ്ടക്റ്റീവ് മെറ്റീരിയലും ഇൻട്രാക്ഷനെ വരാത്ത ഒരു കേസിൽ കോയിലിൽ എന്താണോ ഇംപെഡൻസ് ഉള്ളത് ആ പോയിൻ്റാണ് ഈ എയർ പോയിൻ്റ് കൊണ്ട് സൂചിപ്പിക്കുക. ഇനി അടുത്തതാണ് നമ്മൾ പതുക്കെ കോയിൽ ഈ സ്പെസിമെൻ അടുത്തേക്ക് കൊണ്ടുവന്ന് ആ സ്പെസിമെനും കോയിലും തമ്മിൽ നമുക്ക് സെറ്റ് ചെയ്യേണ്ട ഡിസ്റ്റൻസായി ലിഫ്റ്റ് ഓഫ് ഡിസ്റ്റൻസിലേക്ക് വെക്കുന്നു. അപ്പോൾ അങ്ങനെ കോയിൽ ഈ സ്പെസിമെനിലേക്ക് അടുത്ത് വരുന്തോറും എഡ്ഡി കറണ്ട് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എഡ്ഡി കറണ്ട് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴേ നമുക്കറിയാം എഡ്ഡി കറണ്ട് ഒരു സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡിനെ ജനറേറ്റ് ചെയ്യുന്നു. ആ സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡ് പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഇംപെഡൻസിന് ഒരു വേരിയേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ കോയിൽ സ്പെസിമെനിലേക്ക് നമ്മൾ അടുപ്പിച്ച് നമ്മൾ ലിഫ്റ്റ് ഓഫ് ഡിസ്റ്റൻസ് എത്തും തോറും ആ ഇംപെഡൻസിന് ഒരു വേരിയേഷൻ ഉണ്ടാകുന്നു. ആ ഇംപെഡൻസിനുണ്ടാകുന്ന വേരിയേഷനാണ് ഈ കാണിക്കുക. അപ്പോൾ ഈ ഒരു കർവിനെ നമ്മൾ ലിഫ്റ്റ് ഓഫ് കർവ് എന്ന് വിളിക്കും. അതായത് നമ്മുടെ കോയിൽ പതുക്കെ നമ്മുടെ സ്പെസിമെനിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ആ സ്പെസിമെനിലേക്ക് എത്തിച്ച് ആ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസായി ലിഫ്റ്റ് ഓഫ് എന്ന് പറയുന്ന ഡിസ്റ്റൻസിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ വെക്കാൻ നേരത്ത് ഉണ്ടാകുന്ന ഇംപെഡൻസിനുണ്ടാകുന്ന വേരിയേഷൻ, അപ്പോൾ അതിനെയാണ് ലിഫ്റ്റ് ഓഫ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കർവാണ് ലിഫ്റ്റ് ഓഫ് കർവ്. ഓക്കെ, അപ്പോൾ നമ്മൾ കോയിൽ കൊണ്ടുവന്ന് നേരെ നമ്മുടെ സ്പെസിമെനടുത്തേക്ക് വെക്കുന്നു. അപ്പം നമുക്ക് ഡിസ്പ്ലേയിൽ ഇങ്ങനെ ഒരു കർവ് കാണിക്കാം, അല്ലെങ്കിൽ ഇംപെഡൻസിന് ഉണ്ടാകുന്ന വേരിയേഷൻ ഇങ്ങനെ കാണുന്നു. അപ്പോൾ ഇതാണ് ലിഫ്റ്റ് ഓഫ് കർവ്. As the test coil is brought into the proximity with a test specimen, the display dot makes a trajectory from the air point to a point representing the impedance of the test specimen. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കോയിൽ ആദ്യം എയറിലിരുന്ന ആ കോയിലിനെ നേരെ കൊണ്ടുവന്ന് നമ്മുടെ സ്പെസിമെനിലേക്ക് അടുപ്പിക്കും തോറും ഇത് സംഭവിക്കുന്നു. അടുപ്പിക്കുമ്പോൾ പെട്ടെന്ന് ഈ ഇംപെഡൻസ് ഒരു വേരിയേഷൻ ഉണ്ടാകുമെന്ന് കാണിക്കാം. ആ ഇംപെഡൻസ് വേരിയേഷൻ ഉണ്ടാകാൻ കാരണം എഡ്ഡി കറണ്ട് ജനറേറ്റ് ചെയ്ത് പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡിനെ ആ സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡ് ഒപ്പോസ് ചെയ്യുന്നു. ദെൻ ഇംപെഡൻസിന് ഒരു വേരിയേഷൻ ഉണ്ടാകുന്നു. അങ്ങനെ വേരിയേഷൻ ഉണ്ടായി ഒരു പർട്ടിക്കുലർ ഇംപെഡൻസ് വാല്യൂവിൽ എത്തി നിൽക്കുന്നു. ഓക്കെ, അതായത് ദെൻ ഡിസ്റ്റൻസ് ഫിക്സ് ആക്കി ദെൻ കോയിലും സ്പെസിമെനും നമ്മൾ പിന്നെ മാറ്റാത്തൊരു കേസിൽ ആ ഇംപെഡൻസിന് വേരിയേഷൻ ഉണ്ടായി ആ വേരിയേഷൻ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഇംപെഡൻസ് വാല്യൂവിൽ ഫൈനൽ വന്നെത്തി നിൽക്കുന്നു. കാരണം ഇപ്പോൾ നമ്മൾ ഒരു പാരാമീറ്ററും ചേഞ്ച് ചെയ്യുന്നില്ല, എല്ലാം ഫിക്സഡ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ ആ കേസിൽ ഒരു ഫൈനൽ ഇംപെഡൻസ് വാല്യൂവിൽ വന്നെത്തി നിൽക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു കർവ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ലിഫ്റ്റ് ഓഫ് കർവ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും റെസിസ്റ്റൻസും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരൊറ്റ കർവിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കുറയുന്നതായിട്ടും റെസിസ്റ്റൻസ് കൂടുന്നതായിട്ടാണ് നമ്മൾ കാണുക. ഈ ഒരു കർവിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കുറയുന്നു. നമുക്ക് ആദ്യം നോക്കാം എന്തുകൊണ്ടാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കുറയുന്നത്. അപ്പോൾ എഡ്ഡി കറണ്ട് ഫോം ചെയ്തു. ആ എഡ്ഡി കറണ്ട് ഒരു സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡിനെ ജനറേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു.
ഈ സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡ് പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒപ്പോസ് ചെയ്യുമ്പം റിസൾട്ടൻ്റ് മാഗ്നറ്റിക് ഫീൽഡ് കുറയുമെന്ന് പറഞ്ഞു. അപ്പോൾ റിസൾട്ടൻ്റ് മാഗ്നറ്റിക് ഫീൽഡ് കുറയുന്നത് കൊണ്ട് എന്താ സംഭവിക്കുക? നമ്മുടെ കോയിലുണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ എമൗണ്ട് കുറയും. അങ്ങനെ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ എമൗണ്ട് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കുറയും. സോ അതുകൊണ്ടാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എഡ്ഡി കറണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് കുറയുന്നത്. ഇനി റെസിസ്റ്റൻസ് എങ്ങനെ വിടും? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫിക്സർ അല്ലേ? അല്ല. ഇവിടെ നമ്മൾ റെസിസ്റ്റൻസ് ഉദ്ദേശിക്കുന്നത് ഈ എഡ്ഡി കറണ്ട് ഫോം ചെയ്യുമ്പം ആ എഡ്ഡി കറണ്ട് ഫോർമേഷന് വേണ്ടി പ്രൈമറി കോയിലിൽ നിന്ന് എനർജി യൂസ് ചെയ്യുന്നു. അതായത് പ്രൈമറി കോയിലാണ് ശരിക്കും ഈ എഡ്ഡി കറണ്ട് ജനറേറ്റ് ചെയ്യാനുള്ള കാരണം. സോ പ്രൈമറി കോയിലിന് അപ്പോൾ അത്രയും കൂടെ എനർജി ആവശ്യമാണ് എഡ്ഡി കറണ്ട് ജനറേറ്റ് ചെയ്യാൻ. സോ ഈ എഡ്ഡി കറണ്ട് ജനറേറ്റ് ചെയ്യുന്നത് മൂലം പ്രൈമറി കോയിലിലെ എനർജി യൂസ് ചെയ്തുകൊണ്ടാണ് എഡ്ഡി കറണ്ട് ജനറേറ്റ് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ പ്രൈമറി കോയിൽ ഒരു ഇൻഎഫക്റ്റ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് റെസിസ്റ്റൻസ് കൂടുന്നതായിട്ട് അവിടെ കാണിക്കുക. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കോയിലിൻ്റെ റെസിസ്റ്റൻസ് ആയ ആ ഒരു ഫിക്സഡ് റെസിസ്റ്റൻസ് അല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുക. മറിച്ച് എഡ്ഡി കറണ്ട് ഫോം ചെയ്യുമ്പോൾ ആ എഡ്ഡി കറണ്ട് എനർജി ഡ്രോ ചെയ്യുക ചെയ്യുന്നത്. പ്രൈമറി കോയിലിൽ നിന്ന് എനർജി എടുത്തുകൊണ്ടാണ് എഡ്ഡി കറണ്ട് ഫോം ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈമറി കോയിലിൽ ഇൻഎഫക്റ്റ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഇംപെഡൻസ് പ്ലെയിൻ ഡയഗ്രം നമുക്ക് ഈ കാണുന്ന രീതിയിലോ ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ലിഫ്റ്റ് ഓഫ് കർവ്. അതായത് കോയിൽ കൊണ്ട് സ്പെസിഫിൻ അടുത്ത് കൊണ്ട് വെക്കുമ്പോൾ പെട്ടെന്നൊരു കർവ് ഉണ്ടാകുന്നു. ഈ കർവാണ് ലിഫ്റ്റ് ഓഫ് കർവ്. When the coil is close to the sample surface, the eddy current will start. അപ്പോൾ അതായത് കോയിലും സ്പെസിമെനും തമ്മിൽ അടുത്ത് വരുന്ന കേസിൽ എഡ്ഡി കറണ്ട് ഫ്ലോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്രോബ് ആൻഡ് ദ സാമ്പിൾ സർഫസ്, എന്നിട്ട് നമ്മൾ എത്രയാണോ ഡിസ്റ്റൻസ് വേണ്ടത് കോയിലും സ്പെസിമെനും തമ്മിൽ നമുക്ക് എത്രയാണോ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടത് ആ ഡിസ്റ്റൻസിനെ നമ്മൾ ലിഫ്റ്റ് ഓഫ് എന്ന് വിളിക്കും. Okay, the moment the induced current or eddy current starts flowing in the surface, the eddy currents or the induced current are coming out from the current or from the energy which is flowing in the primary coil. ഇപ്പോൾ എഡ്ഡി കറണ്ട് ഫ്ലോ ചെയ്യാൻ അല്ലെങ്കിൽ എഡ്ഡി കറണ്ട് ഫോം ചെയ്യാനുള്ള കാരണക്കാരൻ ആരാണ്? പ്രൈമറി കോയിലിൽ അല്ലെങ്കിൽ പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡാണ്, അല്ലെങ്കിൽ പ്രൈമറി കോയിലിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്. സോ since the energy is taken away from the primary coil, this will be reflected and increase in the resistance. അപ്പോൾ ഇത്തരത്തിൽ എഡ്ഡി കറണ്ട് ഫോം ചെയ്യുമ്പോൾ അത് പ്രൈമറി കോയിലിൻ്റെ എനർജി യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അത് ഇൻ എഫക്റ്റ് പ്രൈമറി കോയിലിൽ ഒരു റെസിസ്റ്റൻസ് ഇൻക്രീസ് എന്ന രീതിയിൽ കാണിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ലിഫ്റ്റ് ഓഫ് കർവിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നു, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കുറയുന്നു. അപ്പോൾ അതിൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ദ റെസിസ്റ്റൻസ് വിൽ ഇൻക്രീസ് ബിക്കോസ് ദ എനർജി വിൽ ബി ഡ്രോൺ ഫ്രം ദ പ്രൈമറി കോയിൽ. അപ്പോൾ പ്രൈമറി കോയിലിൽ നിന്ന് എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ എഡ്ഡി കറണ്ട് ഫോം ചെയ്യുന്നത്. ഇനി എഡ്ഡി കറണ്ടിൻ്റെ സ്ട്രെങ്ത് കൂടുകയെന്ന് വിചാരിച്ചോ, എഡ്ഡി കറണ്ടിൻ്റെ സ്ട്രെങ്ത് കൂടും തോറും ഈ റെസിസ്റ്റൻസ് കൂടും. സോ the energy will be drawn from the primary coil and that will manifest in terms of an increase in the resistance. ഇനി ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എങ്ങനെയാണ് കുറയുന്നത്? The inductive reactance will decrease. അതിന് കാരണം എന്താണ്? Because the magnetic field created by the eddy current opposes the primary magnetic field and the net effect is weaker magnetic field. ഇപ്പോൾ പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡിനെ ഈ സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡ് ഒപ്പോസ് ചെയ്യുന്നതുകൊണ്ട് നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു വീക്കർ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് കുറയും. കാരണം കോയിലുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റ് കോയിലുണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയുന്നത് കുറയും. ഇനി അടുത്തതെന്ന് പറയുമ്പം അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ കേസിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ കോയിൽ കൊണ്ടുവച്ചു, എഡ്ഡി കറണ്ട് ജനറേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ആ ഒരു കർവ് എങ്ങനെയാണ് ഇംപെഡൻസ് പ്ലെയിൻ ഡയഗ്രത്തിൽ വരുന്നതെന്ന് കണ്ടു. ഇനി അടുത്തത്, ഇൻ കേസ് ആ സ്പെസിമെനിൽ ഒരു ക്രാക്ക് ഉണ്ട് എന്ന് കരുതുക. അങ്ങനെ ആ സ്പെസിമെനിൽ ക്രാക്ക് ഉണ്ട് എങ്കിൽ അതെങ്ങനെയാണ് നമ്മുടെ ഇംപെഡൻസ് പ്ലെയിൻ ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുക? ഡിസ്കണ്ടിന്യൂറ്റീസ് detected by eddy current testing are characterized by a unique position or pattern on the impedance plane. ഈ കാണുന്ന ഈ ഒരു ലൈനാണ് ക്രാക്ക് റെപ്രസെൻ്റ് ചെയ്യുക.
ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കാണുന്നതാണ് എയർ പോയിൻ്റ്, ഇതാണ് നമ്മുടെ ലിഫ്റ്റ് ഓഫ് കർവ്, അതൊക്കെ നമ്മൾ കണ്ടു. ഇതാണ് നമ്മുടെ ക്രായ്ക്ക് ഡിറ്റക്റ്റ് ചെയ്യുന്ന കർവ്, അല്ലെങ്കിൽ ക്രായ്ക്ക് ഉള്ളത് മൂലം ഇമ്പഡൻസിനുണ്ടായ വേരിയേഷനാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ലൈനിൽ നമുക്ക് മനസ്സിലായ കാര്യം, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കൂടുന്നു, റെസിസ്റ്റൻസ് കുറയുന്നു. ഓക്കെ, അതിനെന്താണ് കാരണം എന്ന് നോക്കാം. അതായത് റെസിസ്റ്റൻസ് കുറയുന്നതിന് കാരണം ആദ്യം ചിന്തിക്കാം. ഈ എഡ്ഡി കറണ്ട് ഫ്ലോ ചെയ്യുന്നു, അപ്പോൾ ഈ ക്രായ്ക്ക് ഉള്ളത് കൊണ്ട് അത് എഡ്ഡി കറണ്ട് ഫ്ലോനെ ഡിസ്റ്റർബ് ചെയ്യുന്നു. അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ എഡ്ഡി കറണ്ടിൻ്റെ സ്ട്രെങ്ത് കുറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറഞ്ഞാൽ ഇൻ എഫക്റ്റ് റെസിസ്റ്റൻസ് കുറയും. കാരണം എഡ്ഡി കറണ്ടിൻ്റെ സ്ട്രെങ്ത് കൂടും തോറും ഞാൻ പറഞ്ഞു അത്രയും എനർജിയും കൂടെ വേണം പ്രൈമറി കോയിലിന് ആ എഡ്ഡി കറണ്ടിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് കൂടുക. അപ്പോൾ ഇവിടെ എഡ്ഡി കറണ്ടിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞത് കൊണ്ട് തന്നെ റെസിസ്റ്റൻസും കുറയുന്നു. അപ്പോൾ ഇനി ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എങ്ങനെയാണ് കുറയുന്നത്? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എങ്ങനെയാണ് കൂടുന്നത്? അപ്പം ഈ എഡ്ഡി കറണ്ടിൻ്റെ സ്ട്രെങ്ത് കുറയുന്നത് മൂലം സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കുറയുന്നു. അപ്പോൾ നെറ്റ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ റിസൾട്ടൻ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നു. കാരണം ഒപ്പോസിഷൻ, പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡിലുണ്ടാകുന്ന ഒപ്പോസിഷൻ കുറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സംഭവിക്കും, റിസൾട്ടൻ്റ് മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നതുകൊണ്ട്, അല്ലെങ്കിൽ കൂടുകയല്ല, ആ ഒപ്പോസിഷൻ കുറയുന്നതുകൊണ്ട് ആ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ ഉണ്ടാകുക? ഈ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കൂടാൻ കാരണം. അപ്പോൾ നമുക്കത് ഇംപെഡൻസ് പ്ലെയിൻ ഡയഗ്രത്തിൽ നമുക്ക് ഈ കാണുന്ന രീതിയിൽ ഒരു കർവായിട്ട് കാണാൻ പറ്റും. ഒരു ഡിഫക്റ്റ് ഉണ്ട് എങ്കിൽ ആ ഡിഫക്റ്റ് നമുക്ക് ഈ കാണുന്ന രീതിയിൽ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഡിഫക്റ്റ് ഒന്നും ഇല്ലാത്ത കേസാണെങ്കിൽ, ഡിഫക്റ്റ് ഒന്നും ഇല്ലെങ്കിൽ, ഇഫ് ദർ ഈസ് നോ ഡിഫക്റ്റ് ഓൺ ദ സർഫസ് ദെൻ നോ ചേഞ്ച് ഇൻ ദ എഡ്ഡി കറണ്ട്. അങ്ങനെയാണെങ്കിൽ എഡ്ഡി കറണ്ടിന് ചേഞ്ച് ഒന്നും ഉണ്ടാകത്തില്ല. ദെൻ ദർ വിൽ ബി നോ ചേഞ്ച് ഇൻ ദ ഇംപെഡൻസ്. അപ്പോൾ ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യുന്ന സ്പെസിമെനിൽ ഡിഫക്റ്റ് ഒന്നും ഇല്ലെങ്കിൽ ഈ ഇംപെഡൻസ് പ്ലെയിൻ ഡയഗ്രത്തിൽ ആകെ കാണുന്ന കർവ് എന്ന് പറയുന്ന ലിഫ്റ്റ് ഓഫ് കർവ് മാത്രമേ ഉണ്ടാകൂ. സോ വിൽ നോട്ട് സീ എനിത്തിങ് എപ്പാർട്ട് ഫ്രം ദിസ് ലിഫ്റ്റ് ഓഫ് കർവ്. അപ്പോൾ ഈ ലിഫ്റ്റ് ഓഫ് കർവ് മാത്രമേ ആ ഇംപെഡൻസ് പ്ലെയിൻ ഡയഗ്രത്തിൽ ഉണ്ടാകൂ. ദെൻ ഇനി ഇൻ കേസ് എന്തെങ്കിലും രീതിയിലുള്ള ഡിഫക്റ്റ് ഉണ്ട് എങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ ആ ഡിഫക്റ്റിനെ സൂചിപ്പിക്കുന്ന ഒരു ലൈൻ ഉണ്ടാകും, അല്ലെങ്കിൽ ആ ഒരു ഇംപെഡൻസ് വേരിയേഷൻ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അവിടെ ആ ഒരു ലൈനിൽ നമുക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ ഡിഫക്റ്റ് മൂലം ഉണ്ടാകുന്ന ആ ഒരു ഇംപെഡൻസ് വേരിയേഷനിൽ നമുക്ക് മനസ്സിലായത് അവിടെ റെസിസ്റ്റൻസ് കൂടുന്നു, റെസിസ്റ്റൻസ് കുറയുന്നു, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കൂടുന്നു. So if there is a defect on the test specimen, then the resistance in the coil will reduce. റെസിസ്റ്റൻസ് കുറയാൻ കാരണം ആ എഡ്ഡി കറണ്ടിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് റെസിസ്റ്റൻസ് കുറഞ്ഞത്. ഇനി അതോടൊപ്പം തന്നെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഇൻക്രീസ് ചെയ്തു. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കൂടാൻ കാരണം എന്താണ്? ഈ പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡിലുണ്ടാകുന്ന ഒപ്പോസിഷൻ അത് കുറഞ്ഞു. അത് കുറഞ്ഞതുകൊണ്ടാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കൂടാൻ കാരണം. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു ചെറിയ കാര്യം കൂടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ ഒരു ടെസ്റ്റ് സ്പെസിമെൻ എന്ന് കരുതുക. ഇവിടെയാണ് ഒരു ക്രായ്ക്ക് ഉള്ളതെന്ന് കരുതുക. അപ്പോൾ നമ്മുടെ കോയിലിൻ്റെ പൊസിഷൻ ആദ്യം ഇവിടെയാണെന്ന് കരുതുക. മീൻസ് ഈ ഒരു പോയിന്റിൽ ഡിഫക്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഡിഫക്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇംപെഡൻസ് പ്ലെയിൻ ഡയഗ്രത്തിൽ ആകെ ഒരു ലിഫ്റ്റ് ഓഫ് കർവ് മാത്രമേ ഉണ്ടാകൂ. ഇനി പതുക്കെ നമ്മൾ ഈ കോയിൽ ഈ സർഫസിൽ കൂടെ മൂവ് ചെയ്ത് ഈ ഒരു പൊസിഷനിലെത്തി. ഇവിടെ നോക്കുമ്പോഴും ഡിഫക്റ്റ് ഒന്നുമില്ല. അപ്പം നമുക്ക് ഡിഫക്റ്റ് ഇല്ലാത്ത ഒരു ഏരിയയിൽ കൂടെ നമ്മളിങ്ങനെ ഈ കോയിൽ അല്ലെങ്കിൽ പ്രോബിനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആകെ ആ ഇംപെഡൻസ് പ്ലെയിൻ ഡയഗ്രത്തിൽ നമുക്ക് ആകെ ഈ ഒരു ലിഫ്റ്റ് ഓഫ് കർവ് മാത്രമേ കാണാൻ സാധിക്കൂ. ഇനി ഈ കോയിൽ മൂവ് ചെയ്ത് ഏറ്റവും അവസാനം നമ്മൾ ഇതാണ് ഡിഫക്റ്റ് എന്ന് കരുതുക. ഡിഫക്റ്റ് ഉള്ള ആ ഒരു റീജിയനിൽ വന്ന് കോയിൽ നിൽക്കുന്നു എന്ന് കരുതുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇത്തരത്തിലൊരു ക്രായ്ക്ക് കാണും, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഇംപെഡൻസ് ഉണ്ടാകുന്ന വേരിയേഷൻ കാണിക്കും. ശരിക്കും പറഞ്ഞാൽ ഇംപെഡൻസ് പ്ലെയിൻ ഡയഗ്രത്തിൽ ഒരേ സമയം ഈ ലിഫ്റ്റ് ഓഫ് കർവും അതുപോലെ തന്നെ ക്രായ്ക്ക് മൂലം ഉണ്ടാകുന്ന വേരിയേഷനും കാണിക്കും. അപ്പോൾ ഈ വേരിയേഷനിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലായി ഒരു ക്രായ്ക്ക് ഈ കോയിലിന് അല്ലെങ്കിൽ ഈ പ്രോബിന് താഴെ ഉള്ള പോർഷനിൽ എവിടെയോ ഒരു ഡിഫക്റ്റ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പം ആ ഡിഫക്റ്റ് ഉള്ള റീജിയനിൽ കോയിൽ വന്ന് നിൽക്കുമ്പോൾ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ആ ഡിഫക്റ്റ് ഉള്ള പൊസിഷനിൽ കോയിൽ വന്ന് നിൽക്കുമ്പോൾ ആ പോർഷനിലെ എഡ്ഡി കറണ്ട് എന്ന് പറയുന്നത്, ആ പോർഷനിലെ എഡ്ഡി കറണ്ടിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കുറവായിരിക്കും.
എന്ന് പറഞ്ഞാൽ ആ പോർഷനിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ്, പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്ന ഒപ്പോസിഷൻ കുറവായിരിക്കും. ഓക്കെ, അതേസമയം നമ്മൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്ന് പറയുമ്പോൾ ക്രായ്ക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു ലൊക്കേഷനിൽ നമ്മുടെ പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡിനുണ്ടാകുന്ന ഒപ്പോസിഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. കാരണം അവിടെ എഡ്ഡി കറണ്ട് സജീവമാണ്. അതേസമയം ക്രായ്ക്കുള്ള ഒരു പോർഷനിലേക്ക് എത്തിയപ്പോൾ അവിടെ ഈ ഒപ്പോസിഷൻ എന്ന് പറയുന്നത് കുറഞ്ഞു. കാരണം അവിടെ എഡ്ഡി കറണ്ടിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ ക്രായ്ക്കുള്ള പോർഷനിലേക്ക് നമ്മുടെ പ്രോബ് എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ കാണിക്കും. ആ ലൈനിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കൂടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കുറവായതുകൊണ്ട് ഒപ്പോസിഷൻ കുറവാണ്. അതുകൊണ്ടാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കൂടുന്നത്. ഇനി എഡ്ഡി കറണ്ട് സ്ട്രെങ്ത് കുറയുന്നത് കൊണ്ട് തന്നെ ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറയുകയും ചെയ്യും. അപ്പോൾ അത് പ്രത്യേകം ഓർത്ത് വെക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ടെസ്റ്റ് സ്പെസിമെനിലൂടെ നമ്മളിങ്ങനെ കോയിൽ മൂവ് ചെയ്യുന്നു. കോയിൽ മൂവ് ചെയ്യുമ്പോഴൊക്കെ അവിടെ ക്രായ്ക്കില്ല എങ്കിൽ നമുക്ക് ഒരൊറ്റ കർവായി ലിഫ്റ്റ് ഓഫ് കർവ് മാത്രമേ കാണിക്കൂ. ഇനി ഇങ്ങനെ കോയിൽ മൂവ് ചെയ്ത് ഇവിടെ എവിടെയെങ്കിലും ഒരു ക്രായ്ക്കുള്ള ഒരു പോർഷൻ അല്ലെങ്കിൽ ഡിഫക്റ്റ് ഉള്ളൊരു പോർഷനിലേക്ക് നമ്മുടെ പ്രോബ് എത്തിക്കഴിയുമ്പോൾ ആ ഡിഫക്റ്റ് ഉള്ള പോർഷനിലെ എഡ്ഡി കറണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫക്റ്റ് ഉള്ള പോർഷനിൽ എത്തിക്കഴിയുമ്പോൾ ആ പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്ന ഒപ്പോസിഷൻ ആസ് കമ്പയർഡ് ടു ഡിഫക്റ്റ് ഇല്ലാത്ത റീജിയനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിഫക്റ്റ് ഉള്ള റീജിയനിലെ പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡിനുണ്ടാകുന്ന ഒപ്പോസിഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഇംപെഡൻസ് പ്ലെയിൻ ഡയഗ്രത്തിൽ നമുക്ക് ഈ കാണുന്ന രീതിയിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കൂടുതലായിട്ടും റെസിസ്റ്റൻസ് കുറയുന്നതായിട്ടും കാണാൻ പറ്റുക. ഇത്തരത്തിൽ നമുക്ക് ക്രായ്ക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇനി ഫ്രീക്വൻസി നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് കാണുകയും ചെയ്യും. ഈ നമ്മൾ പ്രൈമറി കോയിലിലേക്ക് സപ്ലൈ ചെയ്യുന്ന AC സോഴ്സിൻ്റെ ഫ്രീക്വൻസി അത് വേരി ചെയ്താൽ എന്ത് സംഭവിക്കും? ഇവിടെ നമുക്കൊരു ടെസ്റ്റ് പ്രോബ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ട സ്പെസിമെൻ. ആ സ്പെസിമെനിൽ 3 ക്രായ്ക്കുണ്ട്. അതായത് ഈ ക്രായ്ക്ക് എന്ന് പറയുന്നത് ചെറുതും, ഇത് ഒരു മീഡിയം ക്രായ്ക്കും, ഇതൊരു വലിയ ക്രായ്ക്കുമാണ്. അതേ കേസ് തന്നെയാണ് ബാക്കി എല്ലായിടത്തും. അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം 50 kHz ഉള്ള AC സപ്ലൈ ആണ് ഈ പ്രൈമറി കോയിലിലേക്ക് കൊടുക്കുന്നുവെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നമുക്ക് 1 by 1 ആയിട്ട് ഡിഫക്റ്റുകൾ കാണുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ കോയിൽ ആ ഫസ്റ്റ് ഡിഫക്റ്റിൻ്റെ അവിടെ വരുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ ഇംപെഡൻസ് വേരിയേഷനാണ് നമുക്ക് ഇംപെഡൻസ് പ്ലെയിനിൽ കിട്ടുക. ഇനി കോയിൽ അടുത്ത സെക്കൻഡ് ഡിഫക്റ്റിലേക്ക് പോയപ്പം നമുക്ക് അടുത്ത ആ ഡിഫക്റ്റ് മൂലം ഉണ്ടായ ഒരു വേരിയേഷൻ നമുക്ക് കിട്ടി. ഇനി ലാസ്റ്റ് അതുപോലെ തന്നെ വലിയ ഡിഫക്റ്റിലേക്ക് പോകാൻ നേരത്ത് നമുക്ക് ആ ഒരു ഡിഫക്റ്റ് മൂലം ഉണ്ടാകുന്ന വേരിയേഷൻ കിട്ടി. അപ്പോൾ ഈ ഒരു ഇംപെഡൻസ് പ്ലെയിൻ ഡയഗ്രത്തിൽ നമുക്ക് ഫൈനലായിട്ട് ഈ ഒരു പ്രോബ് ഈ ഫുൾ സ്പെസിമെനിലൂടെ നമ്മൾ കടത്തി വിട്ടപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഫുൾ സ്പെസിമെനിലൂടെ നമ്മൾ ഓടിച്ചു വിട്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഒരു സ്പെസിമെനിൽ 3 ക്രായ്ക്കുകളുണ്ട് എന്ന് മനസ്സിലായി. അതിൽ ഒരു ആദ്യം നമുക്ക് കിട്ടിയ സിഗ്നൽ ഇതാണ്, രണ്ടാമത് കിട്ടിയത് ഇതാണ്, മൂന്നാമത് കിട്ടിയതാണ് ഈ ഗ്രീൻ കളറുള്ളത്. അപ്പം നമുക്ക് മനസ്സിലായി ഈ ഒരു പോർഷൻ, അതായത് തുടക്കത്തിലായിട്ടൊരു ക്രായ്ക്കുണ്ട്, അത് ചെറിയ ക്രായ്ക്കാണ്, ദെൻ ഒരു മീഡിയം ക്രായ്ക്കുണ്ട്, ദെൻ ഒരു വലിയ ക്രായ്ക്കുണ്ട് എന്ന് നമുക്ക് ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ ഇംപെഡൻസ് പ്ലെയിൻ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് ക്രായ്ക്ക്, അതോടൊപ്പം തന്നെ ആ ക്രായ്ക്കിൻ്റെ ലൊക്കേഷൻ, അതോടൊപ്പം തന്നെ ആ ക്രായ്ക്കിൻ്റെ സൈസ് എത്രയുണ്ട് എന്നുള്ളത് മനസ്സിലാകും. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ഇംപെഡൻസ് പ്ലെയിൻ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് 3 കർവ് കിട്ടി. അപ്പോൾ നമുക്ക് മനസ്സിലായി 3 ഡിഫക്റ്റ് ഉണ്ട്. അതിൽ ചെറിയ ഡിഫക്റ്റ്, ഒരു മീഡിയം ഡിഫക്റ്റ് ഉണ്ട്, ഒരു വലിയ ഡിഫക്റ്റ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി ഇവിടെ 50 ഹെർട്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇനി അടുത്തത് ഞാൻ 300 kHz എടുത്തു. സെയിം കാര്യം തന്നെയാണ് നമുക്ക് കിട്ടുന്നത് പോലെ 3 കർവുകൾ സെയിം കിട്ടും. ഈ 3 കർവും 3 ഡിഫക്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ ഡിഫക്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഏറ്റവും വലിയ കർവ് ഉണ്ടാകും, ഒരു മീഡിയം ഡിഫക്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് മീഡിയം കർവ് ഉണ്ടാകും, സ്മോൾ ഡിഫക്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്മോൾ കർവ് ഉണ്ടാകും. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം എല്ലാ കാര്യങ്ങളും സെയിം ആണ്. പക്ഷേ ഈ ഫ്രീക്വൻസി കൂടിയത് മൂലം നമുക്ക് എന്താ മനസ്സിലായത്? ഈ ഒരു കർവും അതുപോലെ ഈ ഒരു കർവ് നോക്കാൻ നേരത്ത് നമുക്ക് മനസ്സിലായി ഫ്രീക്വൻസി കൂടിയപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇതായിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടെ റെസൊല്യൂഷൻ കൂടിയ ഒരു ഇമേജ് കിട്ടി. റെസൊല്യൂഷൻ എന്ന് പറയാൻ പറ്റില്ല, കുറച്ചും കൂടെ എന്നാ പറയുന്നത്, ഒരു എൻലാർജ് ചെയ്തൊരു വ്യൂ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെയും നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ബ്ലൂ കളറിന് നമുക്ക് ഈ ഒരു രീതിയിലാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ ഫ്രീക്വൻസി കൂടിയപ്പോൾ ആ ബ്ലൂ കളർ നമുക്കൊന്നും കൂടെ വലുതായിട്ട് കാണാൻ പറ്റി. അതുപോലെ ഗ്രീൻ കളർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ രീതിയിൽ കാണാൻ പറ്റി, ഗ്രീൻ കളർ കുറച്ചും കൂടെ വലുതായിട്ട് കാണാൻ പറ്റി.
എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി കൂടുന്തോറും വളരെ ചെറിയ ക്രായ്ക്കാണെങ്കിൽ കൂടിയും ആ ക്രായ്ക്ക് നമുക്ക് എൻലാർജ് ചെയ്ത് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി കൂടുന്തോറും നമുക്ക് സെൻസിറ്റിവിറ്റി കൂടും. എന്നുവെച്ചാൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ക്രായ്ക്കുകൾ പോലും നമുക്ക് വലുതായിട്ട് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നുവെച്ചാൽ അതും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. വളരെ ചെറിയ ക്രായ്ക്കുകൾ അല്ലെങ്കിൽ ഡിഫക്റ്റുകൾ പോലും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി കൂടിയ ഒരു AC സപ്ലൈ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് വളരെ സെൻസിറ്റീവ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് ആയിട്ടുള്ള കേസിൽ നമുക്ക് ഹൈ ഫ്രീക്വൻസി AC സോഴ്സുകൾ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതുമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ രണ്ട് കേസിലും. അപ്പോൾ ഈ രണ്ട് കേസിലും നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കുന്ന ആ കർവ് എന്ന് പറഞ്ഞാൽ ഓരോ കർവും ചെറിയ ക്രാക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതും വലിയ ക്രാക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കർവുകളും അതിൻ്റെ നേച്ചർ സെയിമാണ്. പക്ഷേ ഫ്രീക്വൻസി കൂടുമ്പോൾ നമുക്കത് കുറച്ചും കൂടെ എന്നാ പറയുന്നത് എൻലാർജ് ചെയ്ത് കാണാൻ സാധിക്കുന്നു. ഇനി അടുത്തതാണ് കണ്ടക്ടിവിറ്റി കർവ്. അതായത് നമുക്ക് ഈ കാണുന്ന എയർ പോയിൻ്റ്, ഇത് ലിഫ്റ്റ് ഓഫ് കർവ്, അത് നമുക്കിപ്പോൾ അറിയാം. ഇനി ഒരു കർവും കൂടെ ഉണ്ട്, കണ്ടക്ടിവിറ്റി കർവ്. ഈ കണ്ടക്ടിവിറ്റി കർവ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോവുക. അപ്പോൾ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിൻ്റെ കണ്ടക്ടിവിറ്റിയാണ് ഉദ്ദേശിക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു മെറ്റീരിയൽ എടുത്തു. ആ മെറ്റീരിയലിന് മുകളിലായിട്ട് അല്ലെങ്കിൽ ഇത്ര ലിഫ്റ്റ് ഓഫ് ഡിസ്റ്റൻസിൽ നമ്മൾ നമ്മുടെ പ്രോബ് വെച്ചു. ദെൻ ആ ലിഫ്റ്റ് ഓഫ് കർവ് എത്രയാണ് വരുന്നതെന്ന് നോക്കി. അതായത് നമ്മൾ ആദ്യം ഒരു സ്പെസിമെൻ എടുത്തു, 1 എന്ന് പറയുന്ന സ്പെസിമെൻ. ആ 1 എന്ന സ്പെസിമെന് കണ്ടക്ടിവിറ്റി കുറവാണ്. അങ്ങനെയുള്ള ഒരു മെറ്റീരിയലാണ് നമ്മൾ എടുത്തത്. അപ്പോൾ നമുക്ക് ലിഫ്റ്റ് ഓഫ് കർവ് ഇങ്ങനെ കിട്ടി, ഈ കാണുന്ന ലിഫ്റ്റ് ഓഫ് കർവ് കിട്ടി. അതിനുശേഷം ഞാൻ അടുത്തത് 2 എന്ന മെറ്റീരിയൽ എടുത്തു. ഈ 2 എന്ന് പറയുന്ന മെറ്റീരിയലിന് കണ്ടക്ടിവിറ്റി കുറച്ചും കൂടെ കൂടുതലാണ് ആസ് കമ്പയർ ടു 1. അപ്പോൾ എനിക്ക് ലിഫ്റ്റ് ഓഫ് കർവ് ഇങ്ങനെ കിട്ടി, ഈ കാണുന്ന ലിഫ്റ്റ് ഓഫ് കർവ് കിട്ടി. എഗെയിൻ ഞാൻ 3 എന്ന മെറ്റീരിയൽ എടുത്ത് അതിന് കുറച്ചും കൂടെ കണ്ടക്ടിവിറ്റി കൂടുതലാണ് ആസ് കമ്പയർ ടു 2. സോ എനിക്ക് ലിഫ്റ്റ് ഓഫ് കർവ് എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടി. ഇനി എഗെയിൻ അടുത്ത വേറൊരു മെറ്റീരിയൽ എടുത്തു, അതിന് കണ്ടക്ടിവിറ്റി 3നേക്കാളും കൂടുതലാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ലിഫ്റ്റ് ഓഫ് കർവാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളിവിടെ 4 മെറ്റീരിയൽ എടുത്തു. 4 മെറ്റീരിയലിലും ഏറ്റവും കണ്ടക്ടിവിറ്റി കുറഞ്ഞ മെറ്റീരിയൽ 1ഉം കണ്ടക്ടിവിറ്റി കൂടിയ മെറ്റീരിയൽ 4ഉമാണ്. അപ്പം ഈ ഓരോ മെറ്റീരിയൽ വെച്ചപ്പോഴും നമുക്ക് ഈ 4 ലിഫ്റ്റ് ഓഫ് കർവ് കിട്ടി. ഇനി ഈ ലിഫ്റ്റ് ഓഫ് കർവ് അല്ലെങ്കിൽ ഈ ലിഫ്റ്റ് ഓഫ് കർവിലെ ആ പോയിന്റുകൾ, ആ എൻഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നതാണ് കണ്ടക്ടിവിറ്റി കർവ്. അപ്പോൾ അതാണ് ഈ കാണുന്ന കർവ്. അതായത് എയർ പോയിൻറ്റും ഈ കിട്ടുന്ന ഓരോ മെറ്റീരിയലിൻ്റെയും ആ ലിഫ്റ്റ് ഓഫ് കർവിൻ്റെ എൻഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കിട്ടുന്ന കർവാണ് ഈ കണ്ടക്ടിവിറ്റി കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടക്ടിവിറ്റി കർവിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ്? നമ്മളെടുക്കുന്ന മെറ്റീരിയൽ കണ്ടക്ടിവിറ്റി കുറവാണെങ്കിൽ അതിന് ലിഫ്റ്റ് ഓഫ് കർവ് ഇങ്ങനെ വരും. അതേസമയം കണ്ടക്ടിവിറ്റി വളരെ കൂടുതലാണെങ്കിൽ അതിൻ്റെ ലിഫ്റ്റ് ഓഫ് കർവ് ഇങ്ങനെ വരും. എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നമുക്ക് ഒരുപാട് മെറ്റീരിയലുണ്ട്. ഈ ഓരോ മെറ്റീരിയലും അതിൻ്റെ കണ്ടക്ടിവിറ്റി കുറവാണോ കൂടുതലാണോ എന്നൊക്കെയാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. അതനുസരിച്ച് നമുക്ക് മെറ്റീരിയലിനെ സോർട്ട് ചെയ്യണം എന്നതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ 1 by 1 ആയിട്ട് ഓരോ മെറ്റീരിയലും ടെസ്റ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഈ രീതിയിൽ ലിഫ്റ്റ് ഓഫ് കർവ് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കണ്ടക്ടിവിറ്റി കുറഞ്ഞത് ഏതാണ്, കണ്ടക്ടിവിറ്റി വളരെ കൂടിയത് ഏതാണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ കണ്ടക്ടിവിറ്റി കൂടിയതാണെങ്കിൽ ലിഫ്റ്റ് ഓഫ് കർവിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. കണ്ടക്ടിവിറ്റി കുറവാണെങ്കിൽ ലിഫ്റ്റ് ഓഫ് കർവിൻ്റെ നേച്ചർ ഇങ്ങനെയായിരിക്കും. സോ ദ കണ്ടക്ടിവിറ്റി കർവ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ജോയിനിങ് ദ എൻഡ് പോയിൻറ്റ്സ് ഓഫ് ദ ലിഫ്റ്റ് ഓഫ് കർവ് ഓഫ് ഡിഫറൻറ്റ് മെറ്റീരിയൽസ് വിത്ത് ഇൻക്രീസിങ് കണ്ടക്ടിവിറ്റി. സോ നമുക്ക് ഈ എൻഡ് പോയിന്റുകൾ ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിൽ കണ്ടക്ടിവിറ്റി കർവ് കിട്ടുക. ഇനി ഈ ഓരോ ലിഫ്റ്റ് ഓഫ് കർവ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും റെസിസ്റ്റൻസ് കൂടുന്നു, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കുറയുന്നു എന്നുള്ളത്. അത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ സെയിം കാര്യം. ഇപ്പോൾ ലിഫ്റ്റ് ഓഫ് കർവിൽ റെസിസ്റ്റൻസ് കൂടാൻ കാരണം എഡി കറണ്ട് ഫോം ചെയ്തു. എഡി കറണ്ട് ഫോം ചെയ്തത് മൂലമാണ് റെസിസ്റ്റൻസ് കൂടുന്നത്. ഇനി ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കുറയാൻ കാരണം എഡി കറണ്ട് ഫോം ചെയ്തപ്പോൾ സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്തു. ആ സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡ് പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്തു. സോ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത് കുറഞ്ഞു. സോ അതെപ്പോഴും എല്ലാ ലിഫ്റ്റ് ഓഫ് കർവിലും ആ ഒരു പാറ്റേൺ സെയിം ആയിരിക്കും. അതായത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കുറയുന്നു, റെസിസ്റ്റൻസ് കൂടുന്നു എന്നുള്ളത്. പിന്നെ ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത് അതിൻ്റെ ഈ കാണുന്ന ഒരു വേരിയേഷനാണ്. അത് കണ്ടക്ടിവിറ്റി അനുസരിച്ച് മാറും. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ഇത് മനസ്സിലാക്കാം. അതായത് 1 എന്ന് പറയുന്ന മെറ്റീരിയലും 4 എന്ന് പറയുന്ന മെറ്റീരിയലും എടുത്തു.
1 എന്ന് പറയുന്ന മെറ്റീരിയൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനുണ്ടാകുന്ന ഒരു റെസിസ്റ്റൻസ്, അവിടെയും റെസിസ്റ്റൻസ് കൂടുന്നുണ്ട്, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കുറയുന്നുമുണ്ട്. പക്ഷേ ഈ 1 എന്ന് പറയുന്ന മെറ്റീരിയലും 4 എന്ന് പറയുന്ന മെറ്റീരിയലും നമ്മൾ നോക്കുകയാണെങ്കിൽ 4 എന്ന് പറയുന്ന മെറ്റീരിയലിന് റെസിസ്റ്റൻസിന് ഉണ്ടാകുന്ന വേരിയേഷൻ അത് കൂടുതലാണ്, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കൂടുന്നത്, അതായത് റെസിസ്റ്റൻസ് കൂടുതൽ ഇൻക്രീസ് ചെയ്യുന്നു ആസ് കമ്പയർഡ് ടു 1. അതുപോലെ തന്നെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്ന അതിൻ്റെ വേരിയേഷനും കൂടുതലാണ്. അതായത് നമ്മൾ 1 എന്ന് പറയുന്ന മെറ്റീരിയലും 4 എന്ന് പറയുന്ന മെറ്റീരിയലും തമ്മിൽ അതിൻ്റെ ലിഫ്റ്റ് ഓഫ് കർവുകൾ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ റെസിസ്റ്റൻസിനുണ്ടാകുന്ന വേരിയേഷൻ, അതായത് 1 നിന്ന് 4 എന്ന് പറയുന്ന മെറ്റീരിയലിലേക്ക് പോകാൻ നേരത്ത് റെസിസ്റ്റൻസിനുണ്ടാകുന്ന ഇൻക്രീസ് കൂടുതലാണ്, ആ വേരിയേഷൻ കൂടുതലാണ്. അതുപോലെ തന്നെ ഇൻഡക്റ്റീവ് റിയാക്ടൻസിനുണ്ടാകുന്ന വേരിയേഷനും കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കണ്ടക്ടിവിറ്റി കൂടിയൊരു മെറ്റീരിയൽ ആണെങ്കിൽ ആ കണ്ടക്ടിവിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ അതിൽ ജനറേറ്റ് ചെയ്യുന്ന എഡി കറണ്ടിൻ്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അങ്ങനെ എഡി കറണ്ടിൻ്റെ സ്ട്രെങ്ത് കൂടുതലാണ്, അല്ലെങ്കിൽ എഡി കറണ്ട് കൂടുതൽ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാം, അല്ലെങ്കിൽ എഡി കറണ്ട് ഫ്ലോ ചെയ്യുന്ന റെസിസ്റ്റൻസ് കുറവാണ്. അപ്പം അങ്ങനെയുള്ള കാരണത്താൽ എഡി കറണ്ടിൻ്റെ സ്ട്രെങ്ത് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ എഡി കറണ്ടിൻ്റെ സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ ഓഫ് കോഴ്സ് ആയിട്ട് റെസിസ്റ്റൻസ് കൂടും. അങ്ങനെ റെസിസ്റ്റൻസ് കൂടുന്നു. അങ്ങനെ എഡി കറണ്ട് സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തും കൂടും. അങ്ങനെയെങ്കിൽ പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാകുന്ന ഒപ്പോസിഷൻ കൂടും. അങ്ങനെ പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാകുന്ന ഒപ്പോസിഷൻ കൂടിക്കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത് കുറയും. അപ്പോൾ അതുകൊണ്ടാണ് കണ്ടക്ടിവിറ്റി കൂടിയ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ റെസിസ്റ്റൻസിനുണ്ടാകുന്ന വേരിയേഷനും ഇൻഡക്റ്റീവ് റിയാക്ടൻസിനുണ്ടാകുന്ന വേരിയേഷനും നമ്മൾ കണ്ടക്ടിവിറ്റി കുറഞ്ഞ മെറ്റീരിയലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിരിക്കും. സോ ആ കാര്യം തന്നെയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ കാണിക്കാൻ വേണ്ടി ഞാൻ വരച്ച ഡയഗ്രമാണ്. ഇതാണ് കറക്റ്റായിട്ട് വരുന്ന ഡയഗ്രം, കണ്ടക്ടിവിറ്റി കർവ്. ഇവിടെ ഗ്രാഫൈറ്റ്, ടൈറ്റാനിയം, സ്റ്റെയിൻലെസ് സ്റ്റീൽ, ബ്രോൺസ്, അലുമിനിയം, ഏറ്റവും കണ്ടക്ടിവിറ്റി കൂടിയ മെറ്റീരിയലായ കോപ്പർ. ഇതിലൊക്കെ വരുന്ന ലിഫ്റ്റ് ഓഫ് കറണ്ടിൻ്റെ വേരിയേഷനാണ് കാണിക്കുന്നത്. ദെൻ ആ വേരിയേഷൻ, ആ എൻഡ് പോയിന്റുകൾ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടക്ടിവിറ്റി കർവ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 100 kHz ആണ്. അതായത് നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞു, ഫ്രീക്വൻസി വേരി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇംപെഡൻസ് പ്ലെയിൻ ഡയഗ്രത്തിൽ കിട്ടുന്ന ആ കർവ്, അതിൻ്റെ ഒരു സൈസ് വ്യത്യാസപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസിയിലാണ് നമ്മൾ ഈ കണ്ടക്ടിവിറ്റി ടെസ്റ്റ് നടത്തിയത്. അതായത് ഡിഫറൻറ്റ് മെറ്റീരിയൽസിലൂടെ ഡിഫറൻസ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നടത്തിയ കണ്ടക്ടിവിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസിയിലാണ്. ഓക്കെ, then for a higher conductivity sample it will draw more energy or more current from the primary coil, and as a result of that there is a larger increase in the resistance component of the coil. അപ്പോൾ ഞാൻ പറഞ്ഞു, കണ്ടക്ടിവിറ്റി കൂടിയ മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ അവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് ഇൻക്രീസ് കൂടുതലായിരിക്കും. സിമിലർലി for a lower conductivity sample the reduction in the resistance of the coil will be lower. ഈ നമ്മൾ കർവിൽ കാണുന്ന പോലെ തന്നെ കണ്ടോ, റെസിസ്റ്റൻസിനുണ്ടാകുന്ന ആ ഒരു ഇൻക്രീസ് എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റി കുറഞ്ഞ മെറ്റീരിയലിന് കുറവാണ്. അതേസമയം കണ്ടക്ടിവിറ്റി കൂടിയ മെറ്റീരിയലിനുണ്ടാകുന്ന ആ റെസിസ്റ്റൻസിനുണ്ടാകുന്ന വേരിയേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. ഇപ്പോൾ കോപ്പറും ഗ്രാഫൈറ്റും തന്നെ നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. കണ്ടോ, റെസിസ്റ്റൻസിനുണ്ടാകുന്ന വേരിയേഷൻ വളരെ കുറവാണ്. പക്ഷേ കോപ്പറിന് റെസിസ്റ്റൻസിനുണ്ടാകുന്ന വേരിയേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അതിന് കാരണം എന്താണ്? ഹയർ കണ്ടക്ടിവിറ്റി ആണെങ്കിൽ കൂടുതൽ എനർജി പ്രൈമറി കോയിലിൽ നിന്ന് എടുക്കും. ഓക്കെ, ഇനി ഇതുപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡക്റ്റീവ് റിയാക്ടൻസിൻ്റെ കേസിലും. ആ ഇൻഡക്റ്റീവ് റിയാക്ടൻസിൻ്റെ കേസിലും നമ്മൾ നോക്കുവാണെങ്കിൽ ആ വേരിയേഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ഫോർ എ ഹയർ കണ്ടക്ടിവിറ്റി മെറ്റീരിയൽ. അതിന് കാരണം ആ എഡി കറന്റ് സ്ട്രെങ്ത് കൂടുന്നു, സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടുന്നു, ഒപ്പോസിഷൻ കൂടുന്നു. ഇനി അടുത്തത്, അപ്പോൾ നമ്മൾ കണ്ടക്ടിവിറ്റി കർവ് പറഞ്ഞു. ഇനി നമ്മൾ ഒരു മെറ്റീരിയൽ എടുത്തു. ആ മെറ്റീരിയലൊരു കോൺസ്റ്റൻറ്റ് കണ്ടക്ടിവിറ്റിയാണ്. അതായത് മെറ്റീരിയലിൻ്റെ കണ്ടക്ടിവിറ്റിക്ക് വ്യത്യാസമൊന്നുമില്ല, കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഇവിടെ നമ്മൾ നോക്കുന്നത് ഫ്രീക്വൻസിക്ക് ഉണ്ടാകുന്ന ചേഞ്ചാണ്. അതായത് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്താൽ എങ്ങനെ ഇരിക്കും. സോ എഫക്റ്റ് ഓഫ് ഫ്രീക്വൻസി ഓൺ ലിഫ്റ്റ് ഓഫ് കർവ് ആണ്. ഇപ്പോൾ ഇവിടെയും നമ്മുടെ മെറ്റീരിയൽ സെയിം ആണ്. ഇനി ആ മെറ്റീരിയൽ സെയിം ആണ്. ദെൻ നമുക്ക് ഒരു ടെസ്റ്റ് കോയിൽ വെച്ചു. ആ ടെസ്റ്റ് കോയിലിലേക്ക് നമ്മൾ AC സോഴ്സ് കൊടുക്കുന്നു. ആ AC സോഴ്സിൻ്റെ ഫ്രീക്വൻസി നമ്മൾ വേരി ചെയ്യുകയാണ്.
If we increase the frequency of the current used in coil, then the same sample behave like a more conductive sample. അതായത് നമ്മളൊരു പർട്ടിക്കുലർ കണ്ടക്ടിവിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ എടുത്തു. ആ മെറ്റീരിയലിലേക്ക് നമ്മൾ ആദ്യം ഒരു ആ മെറ്റീരിയൽ നമ്മൾ എടുത്തു. അതിനുശേഷം നമ്മൾ കോയിലൊക്കെ വെച്ചു, കോയിലിലേക്ക് ഒരു ലോ ഫ്രീക്വൻസി സപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ലിഫ്റ്റ് ഓഫ് കർവ് ഈ കാണുന്ന രീതിയിൽ കിട്ടി. 1 എന്ന് പറയുന്ന ലിഫ്റ്റ് ഓഫ് കർവ് കിട്ടി. ഇനി അതിനുശേഷം ഞാൻ കോയിലിലേക്ക് സപ്ലൈ ചെയ്ത ആ എ സി സോഴ്സിൻ്റെ ഫ്രീക്വൻസി കൂട്ടി. അപ്പോഴും മെറ്റീരിയലിൻ്റെ കണ്ടക്ടിവിറ്റിക്ക് മാറ്റമൊന്നുമില്ല, ഫ്രീക്വൻസി കൂട്ടി. അങ്ങനെ ഫ്രീക്വൻസി കൂട്ടിയപ്പോൾ എനിക്ക് കിട്ടിയ ലിഫ്റ്റ് ഓഫ് കർവ് ഇങ്ങനെയാണ്. 2 എന്ന് പറയുന്ന ലിഫ്റ്റ് ഓഫ് കർവാണ്. എഗെയിൻ ഞാൻ ഫ്രീക്വൻസി വീണ്ടും കൂട്ടി. അപ്പോഴും ഓർക്കേണ്ട കാര്യം, മെറ്റീരിയലിൻ്റെ കണ്ടക്ടിവിറ്റിക്ക് ഒരു മാറ്റവും, ഞാൻ ചേഞ്ച് ചെയ്യുന്ന പാരാമീറ്റർ ആകെ ഫ്രീക്വൻസി മാത്രമാണ്. അപ്പം ഞാൻ എഗെയിൻ ഫ്രീക്വൻസി കൂട്ടി. അപ്പോൾ എനിക്ക് കിട്ടിയ ലിഫ്റ്റ് ഓഫ് കർവ് എന്ന് പറഞ്ഞാൽ 3 ആണ്. എഗെയിൻ ഞാൻ ഫ്രീക്വൻസി കൂട്ടിയപ്പോൾ 4. അപ്പോൾ എനിക്ക് മനസ്സിലായി അതിൽ 1 എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ, അതായത് ഞാൻ ലോ ഫ്രീക്വൻസി കൊടുത്തു, 4 എന്ന് പറയുന്ന ഹൈ ഫ്രീക്വൻസി കൊടുത്തു. അപ്പോൾ ഇത്തരത്തിൽ ഫ്രീക്വൻസി കൂട്ടിയപ്പോൾ നമ്മുടെ ആ മെറ്റീരിയലിൽ ലിഫ്റ്റ് ഓഫ് കർവ് നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടക്ടിവിറ്റി കൂടിയ ഒരു മെറ്റീരിയൽ, അതായത് നമ്മൾ നേരത്തെ ആ കണ്ടക്ടിവിറ്റിക്കുണ്ടായ വേരിയേഷൻ കണ്ടു ഡിഫറൻറ്റ് മെറ്റീരിയലിൽ, ആ ഒരു വേരിയേഷൻ പോലെയാണ് ഈ ഫ്രീക്വൻസി കൂടുമ്പോൾ സംഭവിക്കുന്നത്. അതായത് ഫ്രീക്വൻസി കൂടുന്തോറും നമ്മുടെ മെറ്റീരിയൽ കൂടുതൽ കണ്ടക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയലിൻ്റെ ലിഫ്റ്റ് ഓഫ് കർവ് എന്താണോ വരുന്നത് അതുപോലെ ആക്ട് ചെയ്യുന്നു. അപ്പോൾ അതാണ് ഈ പറയുന്നത്, ഇഫ് വി ഇൻക്രീസ് ദ ഫ്രീക്വൻസി ഓഫ് ദ കറണ്ട് യൂസ്ഡ് ഇൻ കോയിൽ, ദെൻ ദ സെയിം സാമ്പിൾ ബിഹേവിങ് ലൈക്ക് എ മോർ കണ്ടക്റ്റീവ് സാമ്പിൾ. ഇപ്പോൾ ഫ്രീക്വൻസി കൊണ്ടാകുന്ന വ്യത്യാസമാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഫ്രീക്വൻസി കൂടുന്തോറും, ഇപ്പം ഈ കാണുന്ന പോലെ നമ്മൾ ഫ്രീക്വൻസി കൂടുന്തോറും നമ്മുടെ കർവ് എന്ന് പറയുമ്പം, ആ ലിഫ്റ്റ് ഓഫ് കർവ് എന്ന് പറയുമ്പം കൂടുതൽ കണ്ടക്ടിവിറ്റി കൂടിയ ഒരു മെറ്റീരിയലിൽ ഉണ്ടാകുന്ന ലിഫ്റ്റ് ഓഫ് കർവ് എന്താണോ അതുപോലെ വരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഫ്രീക്വൻസിക്കുള്ള ഇമ്പോർട്ടൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഫ്രീക്വൻസി കൂടുന്തോറും നമ്മുടെ സെൻസിറ്റിവിറ്റി കൂടുകയാണ്. അപ്പോൾ അതാണ് എഫക്റ്റ് ഓഫ് ഫ്രീക്വൻസി ഓൺ ലിഫ്റ്റ് ഓഫ് കർവ്. ഇനി അടുത്തത് നമുക്കൊരു കാര്യം കൂടെ ഉണ്ട്, ലാസ്റ്റ് ഇംപെഡൻസ് പ്ലെയിൻ ഡയഗ്രത്തിലെ ലാസ്റ്റ് കാര്യമാണ് എഡി കറണ്ട് ഇംപെഡൻസ് പ്ലെയിൻ റെസ്പോൺസ്. അതായത് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എഡി കറണ്ട് ടെസ്റ്റിങ്ങിൽ യൂസ് ചെയ്യുന്ന സ്പെസിമെൻ എന്ന് പറയുന്നത് കണ്ടക്റ്റീവ് സ്പെസിമെൻ ആണെന്ന് പറഞ്ഞു, ഇലക്ട്രിക്കലി കണ്ടക്റ്റീവ് ആയിട്ടുള്ള സ്പെസിമെൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ 2 സ്പെസിമെൻ വരാം, അതായത് മാഗ്നറ്റിക് ആയിട്ടുള്ള സ്പെസിമെൻ വരാം, അല്ലെങ്കിൽ നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ള എന്നാൽ ഇലക്ട്രിക്കലി കണ്ടക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വരാം. അപ്പോൾ ഈ 2 കേസിലും ആ ഇംപെഡൻസ് പ്ലെയിൻ ഡയഗ്രാം എങ്ങനെ വരുന്നു എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോവുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ജനറൽ ഡയഗ്രാം. അതായത് ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിനെ സംബന്ധിച്ച് വരുന്ന എന്താണോ അതാണ് ഈ കാണുന്ന പോർഷൻ. ഒരു നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്താണോ അതിൽ സംഭവിക്കുന്ന കാര്യമാണ് ഇത്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച ഇംപെഡൻസ് പ്ലെയിൻ ഡയഗ്രത്തിൽ നമ്മൾ ആദ്യം പഠിച്ചു ലിഫ്റ്റ് ഓഫ് കർവ്, എയർ പോയിൻ്റ്, അതുപോലെ ക്രാക്ക് വരുന്നത് എങ്ങനെ, അതെല്ലാം ഈ കാണുന്ന ഈ നോൺ മാഗ്നറ്റിക് മെറ്റീരിയലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. കാരണം ഇതാണ് ലിഫ്റ്റ് ഓഫ് കർവ്, അതിനുശേഷം ഇതാണ് ക്രാക്ക് വരുന്നത്, കണ്ടക്ടിവിറ്റി കർവ് ഇങ്ങനെ വരുന്നു. അപ്പം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതെല്ലാം നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്നാൽ ഇലക്ട്രിക്കലി കണ്ടക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയലിൻ്റെ ഒരു ഇംപെഡൻസ് പ്ലെയിൻ ഡയഗ്രാം, ഒരു ഡിഫക്റ്റ് ഉണ്ട് എങ്കിൽ അതിൻ്റെ ഇംപെഡൻസ് പ്ലെയിൻ ഡയഗ്രാം എങ്ങനെ വരുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് അലുമിനിയമാണ്. അപ്പോൾ ഇനി ഒരു മാഗ്നറ്റിക് മെറ്റീരിയലായ സ്റ്റീലൊക്കെ ആണ് എങ്കിൽ അതിൻ്റെ ലിഫ്റ്റ് ഓഫ് കർവും, അതുപോലെ തന്നെ ക്രാക്ക് വന്നു കഴിഞ്ഞാൽ ആ ക്രാക്കിൻ്റെ കർവും, അതുപോലെ കണ്ടക്ടിവിറ്റി കർവും എങ്ങനെ വരും എന്നുള്ളതാണ് നമ്മളിനി നോക്കേണ്ടത്. അതിവിടെ ഓൾറെഡി ഉണ്ട്, പക്ഷെ അതൊക്കെ എങ്ങനെ വരുന്നു എന്നുള്ളതാണ് നമ്മളിനി പഠിക്കാൻ പോവുക. അപ്പോൾ ഡിസ്പ്ലേ ഓഫ് എഡി കറണ്ട് റെസ്പോൺസ് ഓൺ ഇംപെഡൻസ് പ്ലെയിൻ ഫോർ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ, ഇത് നമ്മൾ ഓൾറെഡി കണ്ടു. ഒരു നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് ലിഫ്റ്റ് ഓഫ് കർവ് ഇങ്ങനെ കിട്ടും, അതോടൊപ്പം തന്നെ ക്രാക്ക് ആണെങ്കിൽ ക്രാക്ക് നമുക്കിങ്ങനെ കിട്ടും. ദെൻ നമുക്കൊരു കണ്ടക്ടിവിറ്റി ഉണ്ടെങ്കിൽ ആ കണ്ടക്ടിവിറ്റി കർവ് എന്ന് പറയുന്നത് അങ്ങനെയായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പം നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് അത് കണ്ടക്ടിവിറ്റി ഗ്രാജുവലി കൂടുന്ന അനുസരിച്ചുകൊണ്ട് അതിൻ്റെ ലിഫ്റ്റ് ഓഫ് കർവ് എടുത്തിട്ട് അതിൻ്റെ എൻഡ് പോയിന്റ് ജോയിൻ ചെയ്താൽ നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുക. അപ്പോൾ ഈ ഒരു ഫുൾ ഇംപെഡൻസ് പ്ലെയിൻ ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു നോൺ മാഗ്നറ്റിക് മെറ്റീരിയലാണ്.
അപ്പോൾ അവിടെ ഈ ലിഫ്റ്റ് ഓഫ് കർവ് എങ്ങനെ വന്നു, അപ്പോൾ ആ ലിഫ്റ്റ് ഓഫ് കർവിൽ എന്തുകൊണ്ട് റെസിസ്റ്റൻസ് കൂടുന്നു, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കുറയുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതായിരുന്നു. ഇനി ക്രായ്ക്കിൻ്റെ ആ ഒരു വേരിയേഷൻ എടുത്താൽ അവിടെ എന്തുകൊണ്ട് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കൂടുന്നു, റെസിസ്റ്റൻസ് കുറയുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതൊക്കെ നമ്മുടെ സെയിം കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള എന്നാൽ ഇലക്ട്രിക്കലി കണ്ടക്റ്റീവ് ആകുന്ന മെറ്റീരിയലായ അലുമിനിയം എടുത്തു. ആ അലുമിനിയത്തെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ റെസിസ്റ്റൻസ് കമ്പോണൻറ്റ് വിൽ ഇൻക്രീസ്. അപ്പോൾ അതോടൊപ്പം തന്നെ റെസിസ്റ്റൻസ് കമ്പോണൻറ്റ് ഇൻക്രീസ് ചെയ്യാൻ കാരണം എന്താണ്, അതായത് ലിഫ്റ്റ് ഓഫ് കർവിൽ റെസിസ്റ്റൻസ് കമ്പോണൻറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു. എഡ്ഡി കറൻസ് ആർ ബീങ് ജനറേറ്റഡ് ഇൻ ദ അലുമിനിയം ടേക്സ് എനർജി എവേ ഫ്രം ദ പ്രൈമറി കോയിൽ വിച്ച് ഷോസ് അപ്പ് എ ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ്. ഇനി അതോടൊപ്പം തന്നെ ആ ലിഫ്റ്റ് ഓഫ് കർവ് എടുക്കുകയാണെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കുറയാൻ കാരണം എന്താണ്, അതിന് കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റഡ് ബൈ ദ എഡ്ഡി കറണ്ട് ഒപ്പോസസ് ദ പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡ്. ആ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് വീക്കർ മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കുറയുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ ലിഫ്റ്റ് ഓഫ് കർവ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടുന്നത്. ആ ലിഫ്റ്റ് ഓഫ് കർവ് നമ്മൾ നോക്കുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നു, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കുറയുന്നു. ഇനി ക്രായ്ക്ക് ഉണ്ട് എങ്കിൽ ആ ക്രായ്ക്ക് മൂലം നമുക്ക് ഇത്തരത്തിലൊരു ഇൻഡിക്കേഷൻ, ഒരു ഇംപെഡൻസ് വേരിയേഷൻ കിട്ടുന്നു. അവിടെ റെസിസ്റ്റൻസ് കുറയുന്നു, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കൂടുന്നു. റെസിസ്റ്റൻസ് കുറയാൻ കാരണം എഡ്ഡി കറണ്ടിൻ്റെ സ്ട്രെങ്ത് ക്രായ്ക്ക് മൂലം കുറയുന്നു. ദെൻ അവിടെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കൂടാൻ കാരണം പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാകുന്ന ഒപ്പോസിഷൻ കുറയുന്നു. കാരണം എഡ്ഡി കറണ്ടിൻ്റെ സ്ട്രെങ്ത് കുറയുമ്പോൾ എഡ്ഡി കറണ്ട് മൂലം ഉണ്ടാകുന്ന സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കുറയുന്നു. സോ പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാകുന്ന ഒപ്പോസിഷൻ കുറയുന്നു. Then if a crack is present in the material, fewer eddy currents will be able to form and the resistance will go back down and the inductive reactance will go back up. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതെല്ലാം നോൺ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ ആയിരുന്നു. ഇനി ഒരു മാഗ്നറ്റിക് മെറ്റീരിയലായ സ്റ്റീൽ പോലെ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേ ഇംപെഡൻസ് പ്ലെയിൻ ഡയഗ്രാം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടക്ടിവിറ്റി കർവ് എന്ന് പറയുമ്പം നമ്മൾ നേരത്തെ കണ്ട ആ ഒരു നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ സംഭവിച്ച അതേ രീതിയിലുള്ള കണ്ടക്ടിവിറ്റി കർവാണ് ഇവിടെ സംഭവിക്കുക. ക്രാക്ക് എന്ന് പറയുമ്പോഴും സെയിം ആണ്. അതായത് നമ്മൾ നേരത്തെ കണ്ട നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ കണ്ട അതേ രീതിയിലാണ് ക്രായ്ക്കും വരുന്നത്. പക്ഷേ വ്യത്യാസം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, ലിഫ്റ്റ് ഓഫ് കർവാണ്. അതായത് ലിഫ്റ്റ് ഓഫ് കർവ് നേരത്തെ കേസിൽ താഴോട്ട് ഇങ്ങനെയായിരുന്നു ലിഫ്റ്റ് ഓഫ് കർവ്, ഇപ്പോൾ മുകളിലേക്കായി. എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് ഓഫ് കർവ് നോക്കാൻ നേരത്ത് നമുക്ക് മനസ്സിലായ കാര്യം റെസിസ്റ്റൻസ് കൂടുന്നു, അതോടൊപ്പം തന്നെ ഇൻഡക്റ്റീവ് റിയാക്ടൻസും കൂടുന്നു. ഒരു നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആയിരുന്നെങ്കിൽ നമ്മൾ കർവ് നോക്കിക്കഴിഞ്ഞാൽ ഒരു നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആയിരുന്നെങ്കിൽ അവിടെ റെസിസ്റ്റൻസ് കൂടുന്നുണ്ട്, പക്ഷേ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കുറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ലിഫ്റ്റ് ഓഫ് കർവ് നോക്കുമ്പോൾ ഇവിടെ റെസിസ്റ്റൻസും കൂടുന്നുണ്ട്, ഇൻഡക്റ്റീവ് റിയാക്ടൻസും കൂടുന്നുണ്ട്. അതുമാത്രമാണ് ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിനുള്ള വ്യത്യാസം. എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കൊരു മാഗ്നറ്റിക് മെറ്റീരിയലായ സ്റ്റീൽ എടുക്കുന്നു. അപ്പോൾ ആ സ്റ്റീൽ എന്താ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇനി സ്റ്റീൽ എടുക്കുമ്പം ആ സ്റ്റീലിലും എഡ്ഡി കറണ്ട് ഫോം ചെയ്യുന്നു. ദെൻ എഡ്ഡി കറണ്ട് ഫോം ചെയ്യുന്ന ആ എഡ്ഡി കറണ്ട് ടേക്കിംഗ് എനർജി എവേ ഫ്രം ദ കോയിൽ വിച്ച് ഷോസ് അപ്പ് ഇൻക്രീസ് ഇൻ കോയിൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഇങ്ങനെ എഡ്ഡി കറണ്ട് നമ്മുടെ ഒരു മാഗ്നറ്റിക് മെറ്റീരിയലായ സ്റ്റീലാണെങ്കിൽ ആ സ്റ്റീലിൽ ഈ എഡ്ഡി കറണ്ട് ഫോം ചെയ്യുന്നുണ്ട് പഴയ പോലെ തന്നെ. അപ്പം എഡ്ഡി കറണ്ട് ഫോം ചെയ്യാൻ വേണ്ടി എനർജി പ്രൈമറി കോയിൽ നിന്ന് എടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് റെസിസ്റ്റൻസ് കൂടുന്നുണ്ട്. അതൊക്കെ ഓക്കെ. പക്ഷേ ഈ ലിഫ്റ്റ് ഓഫ് കർവിൽ എങ്ങനെയാണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കൂടുന്നത്? റെസിസ്റ്റൻസ് കൂടുന്നതൊക്കെ നമുക്ക് ക്ലിയർ ആണ്. പക്ഷേ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എങ്ങനെയാണ് കൂടുന്നത് നമുക്ക് നോക്കാം. ദെൻ ആസ് ആൻഡ് ജസ്റ്റ് ലൈക്ക് വിത്ത് ദ അലുമിനിയം, അതായത് അലുമിനിയം എന്ന് പറയുന്ന ഒരു നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ പോലെ ദ എഡ്ഡി കറണ്ട് ജനറേറ്റ് ദെയർ ഓൺ മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് ഒപ്പോസ് ദ കോയിൽ മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെയും മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ആ മാഗ്നറ്റിക് ഫീൽഡ് കോയിൽ മാഗ്നറ്റിക് ഫീൽഡ് ഒപ്പോസ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഹൗവർ യു വിൽ നോട്ട് ഫോർ ദ ഡയഗ്രാം ദാറ്റ് റിയാക്ടൻസ് ഇൻക്രീസ്. നമ്മൾ കാണുന്നുണ്ട് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഈ ലിഫ്റ്റ് ഓഫ് കർവിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതിന് കാരണം this is because the magnetic permeability of the steel concentrates the coil's magnetic field.
ദിസ് ഇൻക്രീസ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കംപ്ലീറ്റ്ലി ഓവർഷാഡോസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദ എഡ്ഡി കറണ്ട്. അതായത് ഇവിടെ നമ്മുടെ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മുടെ മാഗ്നറ്റിക് മെറ്റീരിയലിൽ ഒരു എഡ്ഡി കറണ്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ എഡ്ഡി കറണ്ട് ഒരു സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡ് പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യുന്നൊക്കെയുണ്ട്. പക്ഷേ ഈ ഒപ്പോസിഷനെ ഓവർകം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒപ്പോസിഷനെ എന്നാ പറയുക, അടിച്ചമർത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിന് കാരണം എന്താണ്? ഈ സ്റ്റീലിൻ്റെ മാഗ്നറ്റിക് പെർമിബിലിറ്റിയാണ്. നമുക്കറിയാം, സ്റ്റീലാണ് നമ്മൾ അയൺ കോർ, സോഫ്റ്റ് അയൺ കോറൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിന് മാഗ്നറ്റിക് ഫീൽഡിനെ അട്രാക്ട് ചെയ്യുന്നു, മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യിക്കുന്നു. അങ്ങനെ ഒരു ഇതുണ്ട്, നേച്ചറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് മാഗ്നറ്റിക് പെർമിബിലിറ്റി എന്ന് പറയുന്നത് കൂടുതലാണ്. ദിസ് ഈസ് ബിക്കോസ് ദ മാഗ്നറ്റിക് പെർമിബിലിറ്റി ഓഫ് ദ സ്റ്റീൽ കോൺസെൻട്രേറ്റ്സ് ദ കോയിൽ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ കോയിൽ ജനറേറ്റ് ചെയ്ത പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡിനെ മാക്സിമം ഫോക്കസ് ചെയ്യിക്കുന്നു, അല്ലെങ്കിൽ മാക്സിമം ആ ഒരു മെറ്റീരിയലിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുന്നു, നമ്മുടെ സ്പെസിമെനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഈ ഉണ്ടാകുന്ന ഒപ്പോസിഷൻ, ആ എഡ്ഡി കറന്റ് മൂലം ഉണ്ടാകുന്ന ഒപ്പോസിഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് സപ്രസ് ചെയ്യുന്നു. ദിസ് ഇൻക്രീസ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കംപ്ലീറ്റ്ലി ഓവർഷാഡോസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദ എഡ്ഡി കറന്റ്. അപ്പോൾ ഇവിടെ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഒപ്പോസിഷൻ മൂലം കുറയുകയല്ല ചെയ്യുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് കൂടുകയാണ്. കാരണം ഈ സ്റ്റീല് അതിന് പെർമിബിലിറ്റി, മാഗ്നറ്റിക് പെർമിബിലിറ്റി വളരെ കൂടുതലായതുകൊണ്ട് തന്നെ അത് മാക്സിമം മാഗ്നറ്റിക് ഫീൽഡിനെ കോൺസെൻട്രേറ്റ് ചെയ്യിക്കുന്നു. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് പ്രത്യക്ഷത്തിൽ ഈ പ്രൈമറി കോയിലിൻ്റെ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് അവിടെ കുറയുന്നില്ല, കൂടുക ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കൂടാൻ കാരണം. ഇനി ദ പ്രസൻസ് ഓഫ് എ ക്രാക്ക് ഓർ ചേഞ്ച് ഇൻ ദ കണ്ടക്ടിവിറ്റി വിൽ പ്രൊഡ്യൂസ് എ ചേഞ്ച് ഇൻ ദ എഡ്ഡി കറണ്ട് സിഗ്നൽ സിമിലർ ടു ദ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ. ബാക്കി ക്രാക്ക് മൂലം ഉണ്ടാകുന്ന ഇംപെഡൻസ് വേരിയേഷനും അതുപോലെ കണ്ടക്ടിവിറ്റി കർവും സെയിം ആണ്. നോൺ മാഗ്നറ്റിക് മെറ്റീരിയലുമായിട്ട് നോക്കുവാണെങ്കിൽ സെയിം ആണ്. അപ്പോൾ ആകെയുള്ള വ്യത്യാസം ലിഫ്റ്റ് ഓഫ് കർവാണ്. ഇപ്പോൾ ലിഫ്റ്റ് ഓഫ് കർവിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കൂടാൻ കാരണം നമ്മൾ യൂസ് ചെയ്തത് മാഗ്നറ്റിക് മെറ്റീരിയലാണ്. അപ്പോൾ അത് പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡിനെ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യിക്കുന്നു അതിലേക്ക് തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ എഡ്ഡി കറന്റ് മൂലം ഉണ്ടാകുന്ന ആ സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഒപ്പോസിഷൻ അത് എഫക്റ്റീവ് ആകാത്തത്, അല്ലെങ്കിൽ അതിനെ സപ്രസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്തിന് കുറവുണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് അവിടെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കൂടുന്നതായിട്ട് കാണുക. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു മാഗ്നറ്റിക് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ ആ മാഗ്നറ്റിക് മെറ്റീരിയൽ ലിഫ്റ്റ് ഓഫ് കർവ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും വരിക. ദെൻ ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആയിരിക്കും. ഇനി അടുത്ത ലാസ്റ്റിൽ നമുക്ക് കുറേ കാര്യങ്ങൾ, അതായത് ഫാക്ടേഴ്സ്, എഡ്ഡി കറന്റ് ടെസ്റ്റിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ്, അതിൽ കുറേയൊക്കെ നമ്മൾ കണ്ടതാണ്, എങ്കിലും കുറച്ച് ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം. താങ്ക് യു.